ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നോ പുട്ടിക്ക ഉണ്ടാക്കാൻ പോണത്. അത് ഒരു 5 മിനിറ്റ്സിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 400 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് വേണമെങ്കിൽ 200 ആണെങ്കിൽ 200 എടുത്തേക്കുക. ഇതിൻ്റെ ഹാഫ് ഇട്ടാൽ മതിയാകും. ഞാൻ കുക്ക് ചെയ്യണ പാത്രത്തിൽ തന്നെ അത് ഒഴിക്കണുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പം ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കണുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് എടുത്തേക്കുക. ഇത് കേക്ക് എടുക്കുന്നത് പോലെ നമുക്ക് തട്ടിയെടുക്കണം അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു സ്പൂണിൽ എടുത്താലും മതിയാകും. 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. മസ്റ്റായിട്ട് കോൺഫ്ലവർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും. നമുക്കിതൊരു സ്പൂൺ വെച്ചൊന്ന് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്, വേറെ ഒന്നുമല്ല. ഇതൊന്ന് ഈ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് ഒന്ന് കട്ടിയില്ലാതെ ഒന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ശകലം വാനില എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ഇടാമെന്നുള്ളതാണ്. നമുക്കിതിനി കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ്സ് മിക്സ് ചെയ്യണം. അതായത് കോൺഫ്ലോർ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ തിക്കാകും. ഇപ്പോൾ തിക്കാണവരെ ഒന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് കുറച്ചൊരു 5 മിനിറ്റ് ആകും. ഇത് നമുക്ക് കട്ട് ചെയ്യാനവരെ മിക്സ് ചെയ്യാം. ഇപ്പോൾ തിക്കായി വരുന്നുണ്ട്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങുക. അതല്പം കുറുകി വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതിയാകും. അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒരു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലിട്ട് മാറ്റാം. നമുക്കിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ ബൗളിലേക്ക് അല്പം നെയ്യോ എണ്ണയോ തടവിയിട്ട് അതിൽ ഒഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ബൗൾസ് ചെറുതുണ്ടെങ്കിൽ അതിൽ ഒഴിക്കുക. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒഴിച്ച് കാണിക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കപ്പ് എൻ്റെ അടുത്ത് ഒരെണ്ണമേ ഉള്ളായിരുന്നു. ഇത് കുറച്ചുകൂടെ വലുതാണ്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തില്ല. ഞാൻ ഇതുപോലെ നമ്മുടെ ടീ കപ്പ് ചെറിയ ഉണ്ടെങ്കിൽ അതിലെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചേർത്ത് ഒരു ബൗളിൽ ഒഴിച്ചിട്ട് പിന്നീട് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം നമുക്കിത് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ നിങ്ങൾ ബ്രഷ് ചെയ്തിട്ടുള്ളതിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് അല്ലെങ്കിലും ഈസി ആയിട്ട് വരും. പക്ഷെ നല്ലോണം ഇളകി വരും. ഇപ്പം നമുക്കിത് 2 hours ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കാം. ഫ്രീസറിലല്ല. ഒരു 2 hours കഴിഞ്ഞിട്ട് നോക്കാം. 2 hours നമുക്കിവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇപ്പം തന്നെ നല്ല ഇളകി വരുന്നുണ്ട്. കണ്ട ഒന്ന് എടുക്കാം. ഇത് നല്ല ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ കഴിക്കാം, പക്ഷെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ കോക്കനട്ടാണ്. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇത് അവനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ പാനിലിട്ട് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെന്നില്ല. ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് കാണിക്കാം. കണ്ടോ നല്ല സോഫ്റ്റാണ്, കാണണല്ലോ. നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റാണ്. നമുക്കിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ എന്ത് സോഫ്റ്റാന്ന് കണ്ടല്ലോ. നല്ല സോഫ്റ്റാണ്. കണ്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.